മൊത്തമായിട്ട് കത്തിച്ചളഞ്ഞ് പോരാഞ്ഞ് കുറ്റമെല്ലാം നമ്മുടെ തലയിൽ ചാർത്തിയിടാ. മരിച്ചവർക്കെല്ലാം പണം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിച്ച് എല്ലാത്തിനും കാരണം നീയാന്ന് അവർ എഴുതി ചേർക്കുക ചെയ്തത്. ഇതിനെല്ലാത്തിനും നമുക്ക് പകരം ചോദിക്കണോടാ. ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലടാ. എന്തിനാ നീ ജീവിക്കുന്നത്? നീ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത് കാണാനോ? ഞാൻ നീ കല്യാണം കഴിക്കണ്ട. എനിക്കൊരു കുടുംബം വേണ്ടടാ. നീ മരണം വരെ ഞങ്ങൾ കാത്തിരിക്കണം. വിടാൻ പോകുന്നില്ലടാ. നോക്കിക്കോ, വെളിയിൽ വാ, കാണിച്ചു കൊടുക്കാം. അതുവരെ കാത്തിരിക്കാൻ കഴിയില്ലടാ ഞങ്ങക്ക്. അവരൊക്കെ കുത്തിയിട്ട് ഞാനും വരടാ അകത്തേക്ക്. ഞാനും വരടാ വാസു. ഞാൻ പറഞ്ഞേക്ക് സത്യടാ, സത്യടാ, സത്യടാ. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. നിന്നെ ഞങ്ങൾ കാത്തിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കടാ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. തിരിച്ചു വരുന്നവരെ ഞങ്ങളുണ്ടടാ. വാസു போடுங்க. ഒരു മിനിറ്റ്, എന്തിനാ പൂവെടുത്ത് കൈ പിടിച്ച് പ്രാർത്ഥിച്ച് വലിച്ചെറിഞ്ഞത്? അങ്ങനെ ചെയ്ത മനസ്സ് വിചാരിച്ച കാര്യം നടക്കുമെന്നാ. ആരാ പറഞ്ഞത്? എല്ലാരും പറയുന്നത്. അതൊരു ചടങ്ങാ. അതൊന്നും പറഞ്ഞാ മനസ്സിലായി. അതെ അതെ, ചടങ്ങാ. ആ ചടങ്ങ് തുടങ്ങിയിട്ട് 2 മണിക്കൂറേ ആയുള്ളൂ. എന്തായി പറയുന്നത്? നീ തിരിഞ്ഞു നോക്കാൻ വേണ്ടി പൂവെടുത്തെറിഞ്ഞ് അത് വേറെ സ്ത്രീയുടെ ദേഹത്ത് വീണു. അവര് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി വേറൊരു പൂവെടുത്ത് അങ്ങോട്ട് വലിച്ചെറിഞ്ഞത്. അതിപ്പോ ഒരു ചടങ്ങായി. അയ്യോ, തെറ്റല്ലേ ഇത്? അതിലൊന്നും ഒരു തെറ്റുമില്ല. എല്ലാ ചടങ്ങും നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. ഇത് കണ്ടില്ലേ, ഇതും അങ്ങനെ തന്നെ. ഏതെങ്കിലും ഒരുത്തൻ ലവറെ വിളിക്കാൻ വേണ്ടി കൈയടിച്ച് കാണും. അത് അവസാനം ഒരു ചടങ്ങായി മാറും. ഇങ്ങനെ സംസാരിക്കാതെ ദൈവകോപം ഉണ്ടാവും. ഒരു ദൈവത്തിനും കോപം ഉണ്ടാവില്ല. എല്ലാ ചടങ്ങും സമ്പ്രദായവും നമ്മളായിട്ടുണ്ടാക്കുന്നതാണ്. എല്ലാ ശാസ്ത്രവും നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതെന്താ? ഇത് ചരട്. കഴുത്തി കെട്ടിയ? കഴുത്തി കെട്ടിയ താലി. ഇത് കൈ കെട്ടിയ എന്താ? കയ്യില് കെട്ടിയ ചരട് തന്നെ. കഴുത്തി കെട്ടിയ താലി. മനസ്സിൽ വിശ്വസിച്ച് കൈ കെട്ടിയാലും താലി തന്നെ. ശരീരത്തിൽ എവിടെ കെട്ടിയാലെന്താ? താലി എന്ന് വിചാരിച്ച താലി തന്നെ. കെട്ടിക്കോട്ടെ ഞാൻ. അയ്യോ, കണ്ടോ, പേടിച്ചു. അപ്പം നീ വിശ്വസിച്ചു.
എന്താടാ ലൈറ്റ് ഒന്നും ഇടാതിരിക്കുന്നത്? എന്നാ കഴിക്ക. എന്തു പറ്റിയിട്ടാ? ഇടാ പറയടാ, എന്താ ഉണ്ടായേ? ആ പെണ്ണിനെ കണ്ടു. ആര്? എവിടെ വെച്ച്? അവള് തന്നെ, ഭുവന. അങ്ങാടി വെച്ച കണ്ടേ. കയ്യിലൊരു കൊച്ചുണ്ടായിരുന്നു. അവരവർക്ക് അവരവരുടെ കാര്യങ്ങളെ മുഖ്യം. ഞാനാ അധികം പ്രതീക്ഷിച്ചത്. നീ എന്ത് പ്രാന്തായി പറയുന്നേ? തൂവര് കണ്ട അപ്പം തന്നെ ആമയാന്ന് പറഞ്ഞേക്കു. അവളുടെ കൈ കൊച്ചുണ്ടെന്ന് വിചാരിച്ച് അത് അവളുടെ കൊച്ചാണോ? അത് അവളുടെ ചേച്ചിയുടെ കൊച്ചാ. നിനക്ക് വേണ്ടി 5 പ്രാവശ്യം അവൾ കല്യാണം മാറ്റിവെച്ച. എത്ര പ്രാവശ്യം അവൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാന്നറിയാവോ? അവൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുമോ? എന്തായി പറയുന്നേ? ആ ചേട്ടാ, എനിക്കവിടെ കാണുമെന്ന് തോന്നുക. പോടാ, പോയി കാണുക. എന്താടാ? ഇപ്പൊ ഞാൻ എങ്ങനെയാ അവളെ പോയി കാണുന്നത്? കയ്യിൽ കത്തി കൊണ്ട് കറങ്ങുന്നവനാ ഞാൻ. എപ്പോഴാ പ്രതികാരം തീർത്ത് പോവാന്ന് എനിക്ക് തന്നെ അറിയില്ല. ചെയ്യാത്ത കുറ്റത്തിന് 7 വർഷം ശിക്ഷ അനുഭവിച്ചില്ലേ? ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നതിന് എത്ര വർഷമെന്ന് എനിക്കറിയില്ല. വേണ്ട ഏട്ടാ, അവള് ജീവിച്ചോട്ടെ. അപ്പോൾ അവളുടെ തീരുമാനം? തീരുമാനമെല്ലാം മാറിക്കൊള്ളും. എന്റെ ഫ്രണ്ട്സൊക്കെ മാറിയില്ലേ? അതുപോലെയെല്ലാം ശരിയായിക്കൊള്ളും. കാലത്തിനെല്ലാം മാറ്റാൻ കഴിയും. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഷൊർണൂർ വഴി പോകുന്ന ന്യൂഡൽഹി കൊച്ചുവേളി എക്സ്പ്രസ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നതാണ്. നിങ്ങൾ പോ. എന്താ എന്താ നിങ്ങൾ ഇത് നോക്കുന്നത്? അതിൻ്റെ അകത്ത് ഒന്നുമില്ല. വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടിയാ. മിനിസ്റ്റർ വണ്ടിയിൽ യാത്ര ചെയ്യുന്നതാണ്. നോക്കിയില്ലേ എൻ്റെ ജോലി പോവും. അതുകൊണ്ട് അങ്ങനെ കീറി മുറിച്ചൊക്കെ പരിശോധിക്കുന്നത്. മുഴുവൻ നോക്കിയില്ലേ? ഇനി പോയിക്കൂടെ? ആ ബാഗ് എന്താ? ഇതിലൊന്നുമില്ല സാറേ. സാറേ നിങ്ങൾ പോയിക്കോ. ഇന്ന് ആരെയാണോ ഞാൻ കണി കണ്ടത്? സാർ സാർ നിങ്ങൾ പോയിക്കോളൂ സാർ. എവിടെ നടാ? നമ്മുടെ സാധനം തന്നെയാണ്. അവരെന്താ ഭ്രാന്ത് പിടിച്ചോ? നമ്മുടെ കടയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. അതേതായിരുന്നു? ഒഴിക്കൊഴിക്കും. എന്താ സാറേ ടെൻഷനില്ല? എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടാ? എങ്ങോട്ടാ പോണേ? അല്ല, എങ്ങോട്ടാ പോണേന്നാ ചോദിച്ചേ. കൊച്ചി. ആ ശരി. ഡ്രിങ്ക്സ് കിട്ടുമോ? അതൊന്നും കിട്ടില്ല സാർ. ഏതാ സാർ വേണ്ടത്?
വേണ്ട ബാക്കി വെച്ചോ. ആഹാ അപ്പൊ ഇതായിരുന്നു ടെൻഷൻ. നടക്കട്ടെ നടക്കട്ടെ. അകത്ത് പോ. ആരാ സാർ അങ്ങോട്ട് ചാടിയേ? ചാടിയോ? സാർ സാർ എന്താ പ്രോബ്ലം? അവൻ മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചത്. ഞങ്ങളാ സാർ. ഞങ്ങളെന്ന് പറഞ്ഞാരാ? ഞങ്ങളൊക്കെ നിൽക്കുന്നത് പുറത്തോട്ട് പോവാ. ഒരു പ്രശ്നമില്ല സാർ, വെളിയിലേക്ക് വന്നോ. അവനെ പിടിച്ചോ? അവൻ ചാടിക്കളഞ്ഞു. സാറ് പുറത്തോട്ട് വാ. നിപ്പ് കണ്ടാ തോന്നുമ്പോ അവനെ പിടിച്ചെന്ന്. നിന്നെയൊക്കെ കൂടെ കൊണ്ടാടുന്ന എന്നെ വേണം പറയാൻ. നിയമസഭയിലാണ് സാധാരണ മുണ്ടിരിക്കുന്നത്, ഇതിപ്പോ നടുറോഡിലും തുടങ്ങി. നോക്കി പിടിക്കണം പിശാചൻ. സാർ, ആളെങ്ങനെ ഉണ്ടായിരുന്നു? ഇനിയൊരു പ്രാവശ്യം കണ്ട അയാളെ തിരിച്ചറിയാൻ പറ്റുമോ? ഓ, കത്തി കൊണ്ടവൻ കുത്താൻ വരുമ്പോ അവന്റെ മുഖലക്ഷണം നോക്കാൻ പോകണം ഞാൻ. താനൊക്കെ എന്തിനാണോ കാക്കിയിട്ടുണ്ട് നടക്കുന്നത്? പോയി ചാവ്. കോടതി ചോദിക്കുന്ന പോലെ ചോദിക്കുന്നേ. കണ്ടുപിടിച്ച ആളെ കൊണ്ടൊന്ന് മുന്നിൽ കൊണ്ടു നിർത്തിയിരിക്കല്ലേ. വീട്ടിൽ വളർന്ന നായാണെങ്കിൽ പോലും ഇപ്പൊ മണം പിടിച്ച് കൊണ്ടുവന്നനെ. ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ആളെ പിടിച്ചോണ്ട് വന്നിട്ട് മതി. പോ. നീ എന്നെ കൊല്ലൂലോടാ. നാല് ചുവരിനകത്ത് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നിന്നെ പോലെ വൈരാഗ്യം ഉണ്ടായേനെ. ഇപ്പൊ എന്ത് ചെയ്യാനാ? എല്ലാം മാറിപ്പോയില്ലേ. അച്ഛൻ്റെ മരണം, അനിയത്തിയുടെ കല്യാണം, ജോലിക്ക് പോണ്ട അവസ്ഥ, ഇതൊക്കെയാണ് എന്നെ മാറ്റിയത്. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. സോറി. അതൊക്കെ പോട്ടെ, സാരമില്ല. എടാ, നിനക്ക് എത്ര കുട്ടികളാ? 2 പേരാ. സ്കൂളിൽ പോവാ. ഒന്ന് ചോദിക്കാൻ വിട്ടു, നീ ഭൂനെ കണ്ടിരുന്നോ? ഏഴ് വർഷം ജയിലിൽ കിടന്നിട്ടും ഭൂവിനെ കാണാൻ പറഞ്ഞത് സാരില്ലടാ. നീ ഇപ്പൊ പുറത്തു വന്നിട്ട് 7 ദിവസമായില്ലേ. ഇനി അവളെ കണ്ടില്ലെങ്കിൽ അവൾക്ക് സഹിക്കില്ലടാ. നീ അവളുടെ കൂടെ ജീവിച്ചാലും ഇല്ലെങ്കിലും നിന്റെ മനസ്സിലുള്ളതെങ്കിലും അവളോട് തുറന്നു പറ. അങ്ങനെയെങ്കിലും അവൾ സമാധാനിക്കട്ടെ. അവൾ നിനക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഓടാ, പോയി കാണ്. ഞാൻ പറഞ്ഞത് വിഷമമെങ്കിൽ നീ എന്നോട് ക്ഷമിക്കേ. ശരി, നീ പോയിക്കോ. അതേ നേരം ഇവിടെ ഇരിക്കണ്ട. നീ പോ, ചെല്ല്.
അതെ, മറവി. ആർക്ക്? നീ കാരണമല്ലേ? അതെ, സത്യം അതാ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അയ്യോ, ഈ കളിക്കൊന്നും ഞാനില്ല. ആര്? ഓ പിന്നെ, സമ്മതിച്ചേ പറ്റൂ. ഹോ, നീ അങ്ങോട്ട് പോയോ? എനിക്കറിയാം, ഇതുപോലെ 100 തവണ വന്ന് നിന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ ശരിക്കും വന്ന് നിൽക്കുമെന്ന് എനിക്കറിയായിരുന്നു. വീട് മുഴുവൻ നിലവിളക്കല്ലേ. നമ്മുടെ മോളെ ഒരു വീട്ടിലേക്ക് എപ്പോ വെളിച്ചമായിട്ട് പോകുമെന്ന് എൻ്റെ അച്ഛൻ ചോദിക്കായിരുന്നു. ആർക്കും അറിയില്ല എൻ്റെ വിശ്വാസവും വിചാരവും. ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് കിറുക്ക് പിടിച്ച പോലെ പുലമ്പിക്കൊണ്ടിരിക്കുകയെന്ന്. ശാസ്ത്ര സമ്പ്രദായങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാ, നമ്മുടെ സൗകര്യത്തിന്. കഴുത്തിൽ കെട്ടിയാലേ താലിയാകുള്ളൂ. ശരീരത്തിൽ എവിടെ ഒട്ടിയിരുന്നാൽ എന്താ? കൈ കെട്ടിയാലോ അത് താലി തന്നെയാ. ആരെയാ മനസ്സിലാക്കേണ്ടത്? എന്റെ ഭർത്താവ് ജയിലിലാണെന്ന്, വർഷങ്ങൾക്ക് ശേഷം വരുമെന്നോ എന്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്നോ എനിക്കറിയാം. നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. എനിക്ക് സന്തോഷമായി നിന്നെ കണ്ടപ്പോ. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കഴിഞ്ഞ് തിരിച്ചെപ്പോ വരുമെന്നോ, അതോ ഇനി ഒരിക്കലും വരാൻ പറ്റില്ലെന്നോ എനിക്ക് പറയാൻ കഴിയില്ല. ഇല്ല, വരും. എനിക്കറിയാം. എന്തെങ്കിലും യാദൃശ്ചികമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോ എന്റെ പിന്നിൽ വന്ന് നിൽക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്കറിയാം.